കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ സഭായോഗമായി നമുക്ക് ദിവസങ്ങൾ കടന്നു വരുവാൻ കർത്താവ് നമുക്ക് തന്ന വിലപ്പെട്ട സന്ദർഭത്തെ ഓർത്ത് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. 30/3/2025 സഭായോഗമായി ഭവനാങ്കണത്തിൽ വീട്ടിലെ സഭ എന്ന നിലയിൽ നമുക്ക് ദിവസങ്ങളിലായിരിക്കാൻ കർത്താവ് തന്ന കൃപയ്ക്കായി സ്തോത്രം. പുതിയ നിയമത്തിൽ വീട്ടിലെ സഭ എന്ന് പല ഭാഗങ്ങളിലും ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ വീട്ടുകളിലും സഭയാകാം, വീടുകളിലും സഭയാകാം എന്ന വചനത്തിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട്. ഇന്ന് വീടുകളിലല്ലാത്ത സഭകൾ വലിയ വലിയ കൂട്ടങ്ങളായി തീർന്ന് 500, 1000, 2000, 3000, 4000, 5000 എന്നീ നിലയിൽ സഭകൾ കൂട്ടങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ദൈവത്തിൻ്റെ സഭകളാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരം അതിനെ ജയിക്കില്ല. ഞാൻ എൻ്റെ സഭ, അപ്പം സഭ കർത്താവിൻ്റെ സഭ, ശരീരമാം സഭ, കന്യകയായ സഭ, മണവാട്ടിയായ സഭ, കെട്ടിടമായ സഭ, ഈ നിലയിലൊക്കെയാണ് പൗലൂസിൻ്റെ ശക്തമായ പഠിപ്പിക്കൽ. ഇതൊന്നും ആരും അധികം പേരൊന്നും പ്രസംഗിക്കുകയില്ല, അതൊന്നും ഗ്രഹിച്ചിട്ടുമില്ലെന്ന് തോന്നിപ്പോകും ചിലപ്പോൾ. സഭ കർത്താവിൻ്റെതാണ്. ഇന്ന് കാണുന്ന സംഘടനകൾ സഭകളായി തീരണമെങ്കിൽ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളൂ എന്നുള്ള കർത്താവ് പറഞ്ഞ അപ്പോസ്തലന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഉപദേശങ്ങൾ, അപ്പോസ്തലന്മാർ പറഞ്ഞത് മുഴുവൻ കർത്താവ് പറഞ്ഞതാണ്. ആ ഉപദേശങ്ങൾ സഭയിൽ പ്രസംഗിച്ച് അവരെ ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരായി, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി, അവരുടെ ദിവ്യ സ്വഭാവത്തിന് കുറ്റവാളികളായി ഒരുക്കിയെടുത്തുകൊണ്ടിരിക്കുന്നെങ്കിൽ അത് കർത്താവിൻ്റെ സഭയാണെന്ന് നമുക്ക് അനുമാനിക്കാം. അല്ലെങ്കിൽ അതൊന്നും കർത്താവിൻ്റെ സഭയാകത്തില്ല. വേറെ ഏതോ സഭകളാണ്. ഇഷ്ടംപോലെ സഭകളുണ്ട് ലോകത്ത്. ധീവരസഭ, പിന്നെ പുലയർ മഹാസഭ, നിയമസഭ, ഇന്ന് വേണ്ട സഭകളുടെ ഒരു വലിയ പരമ്പര തന്നെ നമുക്ക് ലോകത്തിൽ കാണാൻ കഴിയും. ഏതൊരു വിഷയത്തെ ചൊല്ലിയും ഒരു ഗ്രൂപ്പ്, ഒരു ഗ്യാതറിങ് കൂടി വരുന്നെങ്കിൽ സഭയാണ്. ഇപ്പോൾ ഈ നമ്മുടെ നാടുകളിലൊക്കെയുള്ള സാധാരണ കണ്ടുവരുന്ന പല പല സംഘങ്ങൾ, അവരൊരു കമ്മിറ്റി കൂടുമ്പോൾ, അവരൊരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യുമ്പോൾ, ഒരു ഗ്യാദർ കൂടി വരുന്നുണ്ട്, ഒരു സംഘം കൂടി വരുന്നുണ്ട്, അത് സഭയാണ്. അത് ദൈവസഭയല്ല. ദൈവസഭയാകണമെങ്കിൽ അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ ചപ്പം നുറുക്കി പ്രാർത്ഥന വെച്ചു പോകും. ആ അധ്യായത്തിൽ പ്രവൃത്തി 2 അവസാന വാക്യത്തിൽ കർത്താവ് അവരെ എന്ത് ചെയ്തു? തൻ്റെ സഭയോട് ചേർത്ത് കൊണ്ടിരുന്നു. ഇതാണ് വേദപുസ്തകത്തിൽ കാണുന്ന സഭയുടെ ഒരു ചിത്രം. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എല്ലാവരും ചെയ്ത് പറയേണ്ട കാര്യങ്ങളാണ്, അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ ദൈവമക്കളെ, സഭ എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായൊരു രൂപരേഖ ഇന്നത്തെ വിശ്വാസികൾക്ക് പോലും ഇല്ലെന്ന് തോന്നിപ്പോകും. ഒരു വലിയ സംഘടനയായി ഒരു പ്രസിഡന്റ്, ഒരു സെക്രട്ടറി, ഒരു ഖജാൻട്രി, പിന്നെ കുറേ കമ്മിറ്റി അംഗം, കുറേ കൗൺസിൽ അംഗങ്ങൾ എല്ലാം കൂടി ചേർന്നൊരു വലിയ മെഗാ സംഘമാണ് സഭയെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ തിരുത്താനാണ് ഇത് തൽക്കാലം ഞാൻ ഈ പ്രസ്താവന നടത്തുന്നത്. എൻ്റെ നാമത്തിൽ 2 or 3 പേർ കൂടി വന്നാൽ അവിടെ സഭയായി. 2 or 3 പേർ കൂടി വരുന്നിടത്ത് ഞാൻ ഉണ്ട്. ഇന്ന് പല സ്ഥലങ്ങളിലും സഭയിൽ കർത്താവൊന്നും ഇല്ല, കർത്താവിനെ പുറത്താക്കിയേക്കുക. വെളിപ്പാട് പുസ്തകം അതിൻ്റെ 1-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ, വെളിപ്പാട് പുസ്തകം എടുത്തായിട്ട് 1-ാം അധ്യായം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകത്തിൽ സഭയെക്കുറിച്ച് പറയുന്നത്, സഭ, കർത്താവ് സഭയ്ക്ക് വെളിയില്ല. അത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. സഭ എന്താണ്? വെളിയിൽ നിൽക്കുക. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ടാൽ, അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം ഒന്ന് വായിച്ചാട്ട്. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. അപ്പോൾ സഭയുടെ വെളിയിൽ നിൽക്കുക കർത്താവ്. ലബോദിക്കിയ എന്ന് പറഞ്ഞാൽ 7 നവീകരണ കാലഘട്ടങ്ങളാണ്.
7 കാലഘട്ടങ്ങളിലുള്ള സഭയുടെ ഒരു ചിത്രമാണ് 7 സഭകൾ എന്നുള്ളത്. ഓരോ കാലഘട്ടങ്ങളിലും ആയിരുന്ന സഭയുടെ ആത്മീക നിലവാരങ്ങൾ, ഗുണഗണങ്ങൾ, തിന്മകൾ, ഗുണങ്ങൾ എല്ലാം എടുത്ത് വിവരിക്കുക. കർത്താവിൻ്റെ വരവിന് മുൻപുള്ള ഈ അവസാന കാലഘട്ടത്തിലുള്ള സഭയായിട്ട് നമ്മൾ പഠിക്കുന്നത് ലവോദിക്യ, കുരുടന്മാരും ദരിദ്രന്മാരും നഗ്നന്മാരും ആയിരിക്കുന്ന ഒരു വലിയ സംഘം. ആത്മീക കുരുട്, ആത്മീക ദാരിദ്ര്യം, ആത്മീക നഗ്നത. അവർ സമ്പന്നനാകണമെങ്കിൽ തീയിലൂതിക്കടിച്ച പൊന്ന്, അത് പ്രമാണമാണ്, ഉപദേശമാണ്. നഗ്നത മാറണമെങ്കിൽ രക്ഷാവസ്ത്രം, നീതിവസ്ത്രം നഷ്ടപ്പെടുത്തി അത് തിരിച്ചു പിടിക്കണം. സ്തോത്രം. ഇനി ആത്മീയ കുരുടന്മാർ എന്ന് പറഞ്ഞാൽ ആത്മീയ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ട് ജഡത്തിൽ നടത്തപ്പെടുന്നവർ. ജഡത്തിലാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത്. സഭയിലെ ശുശ്രൂഷകന്മാരും വിശ്വാസികളും നല്ലൊരു ശതമാനം ആത്മാവിനാൽ നടത്തപ്പെടുന്ന 1-ാം നൂറ്റാണ്ടിലെ സഭകൾക്ക് തുല്യമായ അവസ്ഥയിലെല്ലാം അവർ വിട്ടുകളഞ്ഞു. 1-ാം നൂറ്റാണ്ടിലെ സഭ ആത്മാവിനാൽ നടത്തപ്പെട്ടു. ഉപദേശം ശക്തമായിട്ട് അവരിൽ ഉണ്ടായിരുന്നു. അവിടെ നേതൃത്വ നിരകളൊക്കെ വളരെ ശക്തമായിരുന്നു. പത്രോസ്, യോഹന്നാൻ, യാക്കോബ് അവർക്ക് വിദ്യാഭ്യാസമില്ലെങ്കിലും ഇല്ല, പഠിപ്പില്ലാത്തൊരു സാമാന്യ മനുഷ്യരെന്നറിയാലും ആശ്ചര്യപ്പെട്ടു. അവർ പഠിപ്പില്ലാത്തൊരു സാമാന്യ മനുഷ്യരായാൽ പോലും അവർ ദൈവാത്മാവിൽ നിറഞ്ഞ് ദൈവഹിതത്തിനനുസരിച്ച് ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയ്ക്കനുസരിച്ച് കൂടി വരികയും ശുശ്രൂഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു ചരിത്രമാണ് നമുക്ക് 1-ാം നൂറ്റാണ്ടിലെ സഭകളെ കുറിച്ച് പഠിക്കാൻ കഴിയുന്നത്. അവരവിടെ പഠിപ്പിച്ച ഉപദേശങ്ങളാണ് റോമാസഭ, കൊരിന്ത് സഭ, ഗലാത്യ സഭ, ഫിലിപ്പിയ സഭ, കൊലോസ്യ സഭ, തെസ്സലോനിക്ക സഭ ആദിയായ സഭകളിൽ അവർ പഠിപ്പിച്ചിരിക്കുന്ന ഉപദേശം. ഇതൊരു കൊച്ചു കുഞ്ഞിന് പോലും അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും മഹത്തരമായൊരു അനുഭവം. മഹത്തരമായ അനുഭവം എന്ന് ഞാൻ പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്. ഇന്നത്തെ മഹാന്മാരെന്ന് പറയുന്നവർക്ക് ഈ ബാലപാഠങ്ങൾ പോലും അറിയത്തില്ല. അതുകൊണ്ടാണ് അവർ സങ്കീർത്തനം വായിച്ച് പാട്ടും പാടി പഴയ നിയമം പ്രസംഗിച്ച് ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കർത്താവ് പ്രസംഗിക്കാൻ പറഞ്ഞു. എന്ത് പറഞ്ഞു? ഞാനോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ഉപദേശിച്ചുകൊണ്ട് ഒരു ശിഷ്യനമാക്കാൻ പറഞ്ഞു. അവർ ശിഷ്യരാക്കി, അവർ ഉപദേശിച്ചു, അവർ ദേശങ്ങളിൽ പോയി പ്രസംഗിച്ചു, സഭകളായി കൂട്ടിവരുത്തി, കൂടി വന്നു. അവർ കർത്താവ് പഠിപ്പിച്ചത് സഭയെ ഉപദേശിച്ച് ശിഷ്യന്മാരാക്കി. ഇന്ന് ആ പ്രവൃത്തി കാണുന്നില്ല. ഇന്ന് മോശയുടെ പ്രമാണം പ്രസംഗിച്ച് ശിഷ്യരാക്കുക. PM ജോസഫ് എന്ന് പറഞ്ഞ IPCയിലെ കരുത്തനായ ഒരു പാസ്റ്റർ പറഞ്ഞ ചരിത്രം എപ്പോഴും ഞാൻ പറയാറുണ്ട്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: സങ്കീർത്തന പുസ്തകം വേദപുസ്തകത്തിൽ ഇല്ലെങ്കിൽ പാസ്റ്റർമാർക്ക് പ്രസംഗമില്ല, തീർന്നതോടുകൂടെ. അപ്പം ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ എന്ന് പറഞ്ഞതോ? അതെവിടെ പോയി? അതെന്താ പ്രസംഗിക്കാത്ത? കർത്താവ് പഠിപ്പിച്ചത് മോശ പഠിപ്പിച്ചതൊന്നുമല്ല. അതിനെക്കുറിച്ച് പറയുന്നത്, പിതാവേ, നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു, നിന്റെ വചനം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു. ഈ തിരുവചനത്തിൻ്റെ മാർമികമായ യാഥാർത്ഥ്യങ്ങൾ, സത്യങ്ങൾ വിട്ടുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോയാൽ വലിയ ഗുണമൊന്നും കാണത്തില്ല. കർത്താവ് ഒന്ന് സഭയെടുക്കുമ്പോൾ അവസാനം യഥാർത്ഥ വേദപുസ്തകം വിവക്ഷിക്കുന്ന, വേദപുസ്തകം പറയുന്ന സഭകൾ കർത്താവിൻ്റെ വരവിൽ ചേർക്കപ്പെടും. അല്ലാത്തവരൊക്കെ ഇവിടെ കിടക്കും. പിന്നെ കിടന്ന് പറഞ്ഞിട്ട് ഒരു കഥയുമില്ല. പിന്നെ പറയുന്ന കഥ മുഴുവൻ ലൂക്കോസ് 16 ധനവാനും ലാസറിൻ്റെയും കഥയിൽ യാതനാസ്ഥലത്ത് കിടക്കുന്ന ധനവാൻ അബ്രഹാം പിതാവിനോട് പറയുന്നത് പോലെ ഇരിക്കും. എല്ലാവരും വായിച്ച് പഠിച്ചോണം. ലൂക്കോസ് 16. വെള്ളം കിട്ടിയില്ല, സഹോദരന്മാരുടെ അടുക്കൽ പറഞ്ഞു വിട്ടില്ല. ധനവാൻ പറഞ്ഞ ഒരു കാര്യവും അവിടെ അംഗീകരിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വചന വ്യവസ്ഥ വിട്ടുള്ള സഭകളെ ദൈവം അംഗീകരിക്കില്ലെന്ന് 100% നമുക്ക് വിശ്വസിക്കാൻ കഴിയണം. സഭ എന്നുള്ളത് ക്രിസ്തുവിൻ്റെ ശരീരം. തലയായവനിൽ നിന്ന് ഉപദേശം കേട്ട് ശരീരമാം സഭയുടെ അവയവങ്ങളാകുന്ന നമ്മൾ ജീവിക്കുമ്പോഴാണ് ശരീരമാം സഭയാകുന്നത്. വളരെ ശ്രദ്ധേയമായ ഒരു പഠനമാണ്. ഒത്തിരി അതിനെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ നിങ്ങൾക്ക് യൂട്യൂബിൽ കേൾക്കുവാൻ കഴിയും. ബൈബിൾ സ്റ്റഡി ബാർ പാസ്റ്റർ സാംബോൾ എന്നടിച്ചാൽ നിങ്ങൾക്കത് ലഭ്യമാണ്. അത് പിന്നെയും അവസരം വരുമ്പോൾ പ്രസംഗിക്കുക വിഷയങ്ങളൊക്കെ. ശരീരമാം സഭയെക്കുറിച്ചും മണവാട്ടിയായ സഭയെക്കുറിച്ചും കന്യകയായ സഭയെക്കുറിച്ചും പിന്നെ
കെട്ടിടമായ സഭയെക്കുറിച്ച് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഇങ്ങനെയുള്ള പഠനങ്ങൾ വളരെ കുറവാണ്. അതുകൊണ്ടാണ് സഭയ്ക്ക് മൂല്യച്യുതി സംഭവിച്ചത്. സഭയുടെ നേതൃത്വത്തിൽ ഇരുന്ന് അധികാരം നടത്തുന്നവർ നല്ലൊരു ശതമാനം ജഡീകന്മാരായിപ്പോയി, അഹരോനെ പോലെയുള്ളവരായിപ്പോയി. പ്രമാണം വാങ്ങാൻ മോശ പോയപ്പോൾ ജനത്തെ പാപം ചെയ്യിച്ച അഹരോന്മാരുടെ ഒരു വലിയ ഒരു അനുഭവം പുസ്തകം നമുക്ക് തരുന്നു. അഹരോന്റെ 2 സന്തതികൾ നാദാബും അബീഹൂബും തങ്ങളോട് കൽപ്പിച്ചതല്ലാത്ത ഈ അഗ്നി കൊണ്ടുവന്നപ്പോൾ ദൈവം അവരെ ദഹിപ്പിച്ചു കളഞ്ഞു. ലേവ്യർ 10-ന്റെ 1, 2, 3 വാക്യങ്ങളിൽ ഇതുണ്ട്. ലേവ്യർ 16-ന്റെ 1, 2, 3 എടുത്ത് വായിക്കണം. അതിലും അഹരോനോട് പറയുന്നു, നീ എപ്പോഴും തിരുസന്നിധിയിൽ വരരുത്. മോശയോട് പറഞ്ഞു, എപ്പോഴും കൃപാസനത്തിൻ്റെ അടുത്തേക്ക് വരരുതെന്ന് പറയണം. എന്തുകൊണ്ട്? നിന്റെ മക്കൾ മരിച്ചു പോയത് കൊണ്ട് ഒരുപക്ഷെ നീയും മരിച്ചു പോകും. അതുകൊണ്ട് തന്നെയാണ് ദൈവം അത് പറഞ്ഞത്. ഇതൊന്നും കാണാനുള്ള കണ്ണ് ഇന്നത്തെ പാസ്റ്റർമാർക്ക് ഇല്ലാതെ പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ വേദന തോന്നുന്നു, പ്രിയമുള്ളവരെ. അതുകൊണ്ട് എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ എടുത്ത് വായിച്ച് നോക്കണം. ലേവ്യർ 10-ന്റെ 1, 2, ലേവ്യർ 16-ന്റെ 1, 2, 3 ഭാഗങ്ങൾ വായിക്കണം. തങ്ങളോട് കൽപ്പിച്ചിട്ടല്ലാത്ത അന്യാഗ്നി കൊണ്ടുവന്നു, അവർ ദഹിച്ചുപോയി. ഞാൻ ആ വാക്യം മത്തായി 28-ന്റെ 20 ചേർത്ത് പഠിക്കുകയാണ്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും, തങ്ങളോട് കൽപ്പിച്ചിട്ടതല്ലാത്ത ഞാനോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിക്കുന്നില്ലെങ്കിൽ തങ്ങളോട് കൽപ്പിക്കാത്തതാണ് ഉപദേശിക്കുന്നതെന്ന് ഇന്നത്തെ ശുശ്രൂഷ വൃന്ദങ്ങൾ ഒന്ന് ഗ്രഹിച്ച് ഒന്ന് മടങ്ങി വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോകുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വളരെ ഭയപ്പെടേണ്ട ഒരു കാലഘട്ടത്താണ് നാം വന്നെത്തിയിരിക്കുന്നത്. രാവിലെ എനിക്ക് റച്ചാൻ എന്നോട് വിളിച്ചു പറഞ്ഞു, പല സ്ഥലങ്ങളിൽ മ്യാൻമാറിലും അതുപോലെ തായ്ലൻഡിലുമൊക്കെ ഭൂകമ്പം നടന്ന ചരിത്രം. തായ്ലൻഡിൻ്റെ ക്യാപിറ്റലായ സ്ഥലത്തും ഭൂകമ്പം നടന്നു. ബാങ്കോങ് അങ്ങോട്ടും കണ്ട സ്ഥലമാണ്. മ്യാൻമാർ, പഴയ ബർമ്മ 1000 മരിച്ചു പോയെന്നവർ. രാവിലെ ഒരു അച്ഛനെ വിളിച്ച് പറഞ്ഞു, ഞാൻ നോക്കില്ല. ബാങ്കോങ്ങിലും തായ്ലൻഡിലും മ്യാൻമാറിലും പഴയ ബർമ്മയിലും വലിയ ശക്തമായ ഭൂകമ്പം നടന്നു. നമ്മുടെ ഇന്ത്യയുടെ ബോർഡറാണ് ബർമ്മ. അതൊക്കെ നമ്മൾ മറന്നു കളയരുത്. ക്ഷാമം, ഭൂകമ്പം, പകർച്ചവ്യാധി, വലിയ ഭൂകമ്പങ്ങൾ ഇനി ലോകത്ത് സംഭവിക്കാൻ പോവുക. വെളിപ്പാട് പുസ്തകത്തിൽ അവസാന ഭാഗത്ത് കാണുന്ന ഒരു ഭൂകമ്പത്തെക്കുറിച്ച് പറയുന്നത്, ഭൂമിയുടെ നല്ലൊരു ശതമാനം 1/3 തകർന്ന് തരിപ്പണമാകുന്ന ഒരു ഭൂകമ്പം, മദർ എർത്ത്ക്വേക്കാണെന്നാണ് അതിന് വേദപണ്ഡിതന്മാർ അവകാശപ്പെടുന്നത്. ഫ്യൂച്ചറിൽ അതൊക്കെ സംഭവിക്കും. അതിൻ്റെ മുന്നോടിയായി ഇങ്ങനെയുള്ള ഭൂകമ്പങ്ങളൊക്കെ ചെറുതും വലുതുമൊക്കെ സംഭവിക്കും. നമ്മുടെ നാട്ടിലുമൊക്കെ സംഭവിക്കും. മനുഷ്യൻ പാപം ചെയ്ത് അന്യപ്പെട്ടുകൊണ്ടിരിക്കുക. ഇന്നലെ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളോടൊരു കാര്യം പറഞ്ഞു, നിങ്ങളോട് പറയാൻ താല്പര്യമുണ്ട്. അത് പറഞ്ഞിട്ട് നമുക്ക് വചനത്തിലേക്ക് വരാം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി. അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളത് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു. തങ്ങൾക്ക് ബോധിച്ചതുപോലെ നടന്നു. നോഹയുടെ കാലഘട്ടത്തെ മനുഷ്യൻ്റെ ചിത്രമാണ് ഉൽപ്പത്തി 6 നമുക്ക് തരുന്നത്. അതേ അധ്യായത്തിൻ്റെ മുകളിലുള്ള 5-ാം അധ്യായത്തിൽ മെഥൂശലഹിൻ്റെ ആയുഷ്കാലം എത്രയായിരുന്നു? 969 മെഥൂശലഹിൻ്റെ കാലഘട്ടം. അതേ പേജിൽ 6-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ തങ്ങൾക്ക് ബോധിച്ചതുപോലെ മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം ഒരു ശിക്ഷ കൊടുത്തു മനുഷ്യവർഗത്തിന്. എന്താണത്? 969 എന്നുള്ള ആയുസ് എത്രയിലേക്ക് മാറി? 120 മാറി. പുസ്തകം വായിച്ച് പഠിക്കണേ വല്ലപ്പോഴും ഒക്കെ.
120 നിന്നാണ് പിന്നെ അങ്ങോട്ട് താഴോട്ട് വന്നത്. ഇപ്പോൾ വന്ന് 50 നിൽക്കുക. ഇപ്പം ന്യൂ ജനറേഷൻ 50 നിൽക്കുക. ഡോക്ടർമാരും വൈദ്യശാസ്ത്രവും ഒക്കെ പറയും 50 ആകുമ്പോൾ തീരും. ഇവിടുത്തെ വെള്ളവും ഇവിടുത്തെ ആഹാരവും ഇവിടുത്തെ വായുവും എല്ലാം മലിനമായി. കച്ചവടക്കാരെല്ലാം കൂടി ചേർന്ന് കച്ച കപടം ചെയ്ത് ഉള്ള കണ്ട ഫുഡ് മുഴുവൻ മരുന്നടിച്ച്, മീനാകട്ടെ പച്ചക്കറി ആകട്ടെ ഏത് ഫുഡാകട്ടെ, ഈവൻ കരിക്ക് പോലും മായം ചേർന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? തെങ്ങിൽ ഇഞ്ചക്ഷൻ വെച്ച് കരിക്ക് കൂട്ടുക, അപ്പം അതും മായമായി. പണ്ടൊക്കെ നമ്മൾ പറയും കരിക്കും വെള്ളം നല്ലതാണെന്ന്. ഇപ്പം അതും മായമായി. കഴിക്കുന്ന ആഹാരം, കുടിക്കുന്ന വെള്ളം, പ്രത്യേകിച്ച് ഈ ന്യൂ ജനറേഷൻ കഴിക്കുന്ന ഭക്ഷണങ്ങൾ മുഴുവൻ ഈ പിസ്തയും ഈ എന്താണ് കുഴിമന്തിയും പിന്നെ അൽഫാമും ചില്ലി ചിക്കനും ചില്ലി ഗോപിയും ഇതെല്ലാം മായം 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 മായം. സോളമൻ പറഞ്ഞതുപോലെ സകലതും മായം, മായം. അതുകൊണ്ട് മനുഷ്യായുസ് കുറഞ്ഞു. തങ്ങൾക്ക് ബോധിച്ചതുപോലെ മനുഷ്യൻ നടന്നപ്പോൾ ആയുസിനെ എന്താക്കി ദൈവം? കുറച്ച് 120 ആരും ശ്രദ്ധിക്കാതെ പോവുകയാണ്. 969 നിന്ന് 120 വർഷമായപ്പോൾ എത്ര വർഷം കുറഞ്ഞു? പഠിക്കേ, എത്ര വർഷം കുറഞ്ഞു? എന്താ ദൈവത്തിന് ചെയ്യാൻ? അങ്ങനെ ദൈവം ചെയ്തതിൻ്റെ കാരണം എന്താ? ദൈവത്തിൻ്റെ സൃഷ്ടിയായ മനുഷ്യൻ ദൈവത്തിൻ്റെ സൃഷ്ടിയായ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കണം, ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കണം. അനുസരിക്കാതെ പാപം ചെയ്താൽ, വഷളത്വത്തിലേക്ക് പോയാൽ ദൈവം ആയുസ് കൂട്ടും. ചിലപ്പോൾ ആളെ തന്നെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റിക്കളയും. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഭയത്തോടെയാണ് ഈ വിഷയം പറയുന്നത്. സത്യവേദ പുസ്തകത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ ഒരു 4-5 വാക്യത്തിന് മുമ്പാണ് മെതുശലേക്ക് ആയുഷ്കാലം 969. അപ്പം അത് കഴിഞ്ഞ് 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ ചില വർഷങ്ങളുടെ ദൈർഘ്യം കാണുമായിരിക്കാം, ശരി. എന്നാൽ പോലും ദൈവം ആയുസ് മനുഷ്യന് കുറച്ചു കളഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, തങ്ങൾക്ക് ബോധിച്ചത് ഏവരെയും ഭാര്യമാരായി എടുത്തു. അപ്പോൾ യഹോവ മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും ബാധിച്ചു കൊണ്ടിരിക്കുകയില്ല, അവൻ ജഡം തന്നെയല്ലോ, എങ്കിലും അവൻ്റെ കാലം 120 സംവത്സരമാകുമെന്ന് ആരില്ലേ ചെയ്തു? 120 സംവത്സരം. 969 നിന്ന് 120 സംവത്സരമാക്കി. ആർക്കെങ്കിലും ഇതിനെതിരെ ഒരു എന്താ പറയുക, അപ്പീൽ പോകാൻ പറ്റുമോ? ഒരു കേസ് കൊടുക്കാൻ പറ്റുമോ? ഇവിടെ മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നും കൊലവിളി നടത്തുമ്പോൾ കേസ് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കോഴ കൊടുത്ത് പോലീസിനെ സ്വാധീനിച്ച് വാദിയെ പ്രതിയെ വാദിയാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്യുന്നുണ്ട്. നിരപരാധികളെ കോടതി കയറ്റുന്നുണ്ട്, പലതുമൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ രാജ്യം സമാഗതമായി. കർത്താവ് വന്ന് ഭൂമിയിൽ തൻ്റെ രാജ്യം സ്ഥാപിക്കാൻ കർത്താവിൻ്റെ വരവ് കഴിഞ്ഞാൽ 7 വർഷം കഴിഞ്ഞ് സംഭവിക്കുമെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച് തലവിലപ്പുറമ്പിൽ നടക്കുന്ന ക്ലാസ്സിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുക. നിങ്ങളെല്ലാവരും ആ ക്ലാസ്സുകൾ കേൾക്കണം. കഴിഞ്ഞ 2-3 ക്ലിപ്പ് അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ഇനി അടുത്ത ആഴ്ചയിലും ഈ അടുത്ത മാസം ഏപ്രിൽ മാസം ആ ക്ലാസ് പിന്നെയും കണ്ടിന്യൂഷൻ തുടരുന്നുണ്ടാകും. ചില ആഴ്ചകൾ, ചില മാസങ്ങൾ ചിലപ്പോൾ ആ ക്ലാസ് തുടർന്നുകൊണ്ടിരിക്കും. 1000 ആണ്ട് വാഴ്ചയിലെ നമ്മുടെ വാസവും ഈ ഭൂമിയിലെ അവസ്ഥകളുമാണ് അതിൽ പ്രസംഗിക്കപ്പെടുന്നത്. ദയവായിട്ട് എല്ലാവരും കേൾക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പാപം ചെയ്യുന്ന ദേഹി മരിക്കുമെന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കൽപ്പനയാണ്. വേദപുസ്തകം പുതിയ നിയമം പഠിക്കുമ്പോൾ പാപത്തോട് പോരാടണം, പാപത്ത് വിട്ടോടണം, പിന്നെ പാപത്തെ കീഴ്പ്പെടുത്തണം, പിന്നെ 3-4 കാര്യങ്ങൾ ശക്തമായിട്ട് പറയുന്നുണ്ട്. പാപത്തോട് പോരാടണം, പാപത്തോട് എതിർത്ത് നിൽക്കണം, പാപത്തെ കീഴ്പ്പെടുത്തണം, പാപത്തെ വിട്ടോടണം. കായീനോട് ദൈവം പറഞ്ഞത് എന്താ? പാപം വാതുക്കൽ, നീ അതിനെ കീഴ്പ്പെടുത്തണം. അതിനാണ് നമുക്ക് ഉപദേശം തന്നിരിക്കുന്നത്, അതിനാണ് നമുക്ക് ആത്മാവിനെ തന്നിരിക്കുന്നത്. പുതിയ നിയമസഭയ്ക്ക് തന്നിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠകരമായ അവസ്ഥ അത് പഴയ നിയമസഭയ്ക്കില്ല. യേശുക്രിസ്തുവിനെ തലയായിട്ട് തന്നിരിക്കുന്നു, പരിശുദ്ധാത്മാവിനെ ദാനമായി തന്നിരിക്കുന്നു, ശുശ്രൂഷാ വൃന്ദങ്ങളും ഉപദേശങ്ങളും തന്നിരിക്കുന്നു. ഇതൊക്കെ വായിച്ചു പഠിച്ച് അനുസരിച്ച് ജീവിക്കാതെ പൊട്ടന്മാരെ പോലെ ജീവിച്ചാൽ നരകത്തിൽ പോയി വീഴും. എനിക്കതേ പറയാനുള്ളൂ. ഭയപ്പെടുത്തി പറയാനൊന്നും ഞാൻ ആളല്ല.
അങ്ങനെ പറയുന്നവരുണ്ട് ഇവിടെ, പറഞ്ഞോട്ടെ, എനിക്കതിന് കഴിയില്ല. അതുകൊണ്ട് വളരെ ജാഗരൂകരായി ദിവസങ്ങൾ മുന്നോട്ട് പോകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, നമ്മൾ ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ വചനത്തിലൂടെ ഞാൻ നിങ്ങളെ അതിനായി എൻകറേജ് ചെയ്യുന്നു, പ്രബോധിപ്പിക്കുന്നു. 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായമാണ് നമ്മുടെ പഠന വിഷയം. കൊരിന്ത്യർ ലേഖനം 1-2 ലേഖനങ്ങൾ പുതിയ നിയമസഭയുടെ ഉപദേശങ്ങളാണ്, ശക്തമായ ഉപദേശമാണ്. 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം സഭപടിയെക്കുറിച്ച് ശക്തമായി പഠിപ്പിക്കുന്ന ഒരു അധ്യായമാണ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം സഭപണിയെക്കുറിച്ച് ശക്തമായി പഠിപ്പിക്കുന്ന ഒരു അധ്യായമാണ്. 1 പത്രോസ് 2-ാം അധ്യായം സഭപണിയെക്കുറിച്ച് ശക്തമായി പഠിപ്പിക്കുന്ന ഒരു അധ്യായമാണ്. ഇതൊന്നും ആരും ഇന്ന് പ്രസംഗിക്കുന്നില്ല. അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണോ, ഇത് പ്രസംഗിച്ചാൽ ആൾ കേൾക്കാനില്ലാഞ്ഞിട്ടാണോ, അതോ അവർക്ക് നിയോഗമില്ലാച്ചിട്ടാണോ എന്നൊന്നും എനിക്കറിയില്ല. ഞങ്ങളൊക്കെ ഇത് മാറി 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 ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. കേൾക്കുന്നവർക്ക് കേൾക്കാം, ആ വചനങ്ങൾ കേട്ടനുസരിച്ച് ജീവിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങാം. അതിനായിട്ടൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ മുൻപിൽ ഈ വചനത്തിലൂടെ ഞങ്ങൾ തുറന്നു വയ്ക്കുന്നത്. സ്തോത്രം. ഞാൻ അധികം മുഖവര കൊരിന്ത്യർ ലേഖനത്തെക്കുറിച്ച് പറയുന്നില്ല, 1-2 കാര്യം കൂടി പറയുന്നു. കൊരിന്ത്യർ ലേഖനം 1-ാം ലേഖനം 3-ാം അധ്യായത്തിൽ ശൈശവാവസ്ഥയിൽ കിടക്കുന്ന വിശ്വാസികൾ തമ്മിൽ തല്ലി വഴക്കുണ്ടാക്കി. പൗലൂസിൻ്റെ പക്ഷം, കേഫായുടെ പക്ഷം, അപ്പല്ലോസിൻ്റെ പക്ഷം, ക്രിസ്തുവിൻ്റെ പക്ഷം എന്ന് പറഞ്ഞ് തമ്മിൽ തല്ലുമ്പോൾ പൗലൂസ് പറഞ്ഞു, പൗലൂസ് ആരുമല്ല, അപ്പല്ലോസ് ആരുമല്ല, പിന്നെ ആരുമല്ല, പറഞ്ഞു ആരുമല്ല, ഞങ്ങളാരും ആരുമല്ല. പൗലൂസ് നട്ടു, അപ്പല്ലോസ് നനച്ചു, ദൈവം അത്രയും വളരെ മാറാക്കി. അപ്പോൾ അപ്പോസ്തലന്മാരായി അവർ ആരുമല്ലെന്ന് അവർ സ്വയം സമ്മതിക്കുമ്പോൾ, ഇന്നത്തെ കുറേ അപ്പോസ്തലന്മാർ, ഞാൻ റവറൻഡ്, ഞാൻ ഡോക്ടർ, ഞാൻ സെക്രട്ടറി, ഞാൻ ഖജാൻജി, ഞാൻ ഇന്നയാളെന്നൊക്കെ പറഞ്ഞ് ഊറ്റം കൊണ്ടുകൊണ്ടിരിക്കും. ഇതൊക്കെ വെറും പോഷത്വവും നിന്ദ്യവുമാണ് എന്ന് എൻ്റെ വാത്സല്യ ശ്രോതാക്കൾ മനസ്സിലാക്കണം. നടാനും നനയ്ക്കാനും വേണ്ടി ആക്കി വെച്ചിരിക്കുന്നതാണ് ശുശ്രൂഷകന്മാർ. സുവിശേഷം പറഞ്ഞ് രക്ഷിക്കപ്പെടുന്നവരെ സഭയെ കൊണ്ടുവരുന്നു, അവരെ നടുന്നു, വെള്ളമൊഴിച്ച് നനയ്ക്കുന്നു, വചനം പ്രസംഗിച്ച് അവരെ വളർത്തുന്നു. അത് മാത്രമേ അവർക്കുള്ളൂ. അതിനുള്ള കൂലി ദൈവം കൊടുക്കും. അവരാരും വലിയ റവറൻഡന്മാരും ഡോക്ടർമാരൊന്നും ആകണ്ട. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിൽ നിങ്ങൾ നായകന്മാരെന്ന പേരെടുക്കരുത്. പിന്നെ നിങ്ങൾ ആരാ? വി ആർ ബ്രദേഴ്സ്. നിങ്ങളെല്ലാവരും സഹോദരന്മാർ. ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാകാതെ മുന്നോട്ട് പോകരുതേ പ്രിയമുള്ളവരെ. 1-ാം ലേഖനം 2-ാം അധ്യായത്തിലേക്ക് ഞാൻ വരുന്നു. 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം. 1-ാം ലേഖനം 2-ാം അധ്യായത്തിൽ അവർ 3-ാം അധ്യായത്തിൽ അവർ ശിശുക്കളായിരുന്നെങ്കിൽ, ശൈശവാവസ്ഥയിൽ കിടന്നെങ്കിൽ, 2-ാം ലേഖനം 3-ാം അധ്യായത്തിൽ അവർ ക്രിസ്തുവിൻ്റെ പത്രങ്ങളായി. അതെങ്ങനെ സംഭവിച്ചു? ഉപദേശം ഇടതടവില്ലാതെ അവരെ പഠിപ്പിച്ച് ക്രിസ്തുവിൻ്റെ പത്രങ്ങളായി, അല്ലെങ്കിൽ അപ്പോസ്തലന്മാരെ പോലെ. അതാണ് സഭയിൽ പാസ്റ്റർമാർ ചെയ്യേണ്ടത്. ഇന്ന് ചെയ്യുന്ന വചനവിരുദ്ധമായ കാര്യങ്ങൾ നിർത്തി ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശമെടുത്ത് സഭയിൽ പഠിപ്പിച്ച് അവരെ ക്രിസ്തുവിൻ്റെ പത്രങ്ങളാക്കി, അവർ അപ്പോസ്തലന്മാരെ പോലെ ആക്കിയില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൻ്റെ പടിവാതിൽ കാണാൻ ആരും കാണത്തില്ല. മനസ്സിലായിക്കോണം. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിലേക്ക് ഞാൻ വരുന്നു. ഞാനും സഹോദരന്മാരെ, നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിൻ്റെയോ ജ്ഞാനത്തിൻ്റെയോ വൈഭവം കൂടാതെ എത്രയേ നിങ്ങളുടെ അടുക്കൽ വന്നത്. വൈഭവം കൂടാതെ എത്രയേ ദൈവത്തിൻ്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിപ്പാൻ വന്നത്. ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി ഞാൻ നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. കൊരിന്ത് സഭയിൽ പൗലൂസ് വരുമ്പോൾ പൗലൂസ് എങ്ങനെ വന്നു എന്നാണ് പറയുന്നത്? വചനത്തിൻ്റെയോ ജ്ഞാനത്തിൻ്റെയോ വൈഭവം കൂടാതെ വന്നു. ഇന്നിപ്പോൾ പഠിച്ച് BTH CTH ഡിഗ്രി എടുത്ത് PhD എടുത്ത് എന്തോരം പഠിക്കാമോ ഇതെല്ലാം പഠിച്ചു വന്നാൽ യഥാർത്ഥ പത്യവചനം അവർ സഭയിൽ പ്രസംഗിക്കത്തില്ല. അവർ പഠിച്ചതാണ് പറയുന്നത്. എന്നാൽ പൗലൂസ് പറയുന്നത്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങളെ ഏൽപ്പിച്ചു തരികയും ചെയ്തതെന്നാണ്. കർത്താവിൽ നിന്ന് പ്രാപിച്ചാണ് സഭയ്ക്ക് കൊടുക്കേണ്ടത്. ഇന്ന് രാവിലെ ഞാൻ ഏത് അധ്യായം വായിക്കണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഈ 2-ാം അധ്യായം എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിക്കപ്പെട്ടു. അതാണ് ഞാൻ അടുത്ത് പറയുന്നത്. കർത്താവിൽ നിന്ന് പ്രാപിച്ചു, തിരുവത്താഴമാണ് പ്രാപിച്ചു കൊടുത്തെന്നാണ് പറയുന്നത്. അത് ശരിയാ. അപ്പം തന്നെ കർത്താവിൽ നിന്ന് അറേബ്യൻ മരുഭൂമിയിൽ നിന്ന് ഈ ഭക്തൻ വചനങ്ങൾ പ്രാപിച്ചെടുത്തു.
ഗലാത്യ ലേഖനത്തിലെ ഒരു വാക്യം അതിനെ സ്വാധീകരിക്കുന്നുണ്ട്. ഞാനത് നിങ്ങളോട് വായിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിലെ 11-12. സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷ്യമല്ല എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല. യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാടിനാൽ എത്രേ പ്രാപിച്ചത്. ഉണ്ടോ? എത്ര കൃത്യമായിട്ടാ വാക്യം. മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല. ബൈബിൾ കോളേജുകളിൽ നല്ലൊരു ശതമാനവും വചനം പഠിക്കുന്നത് മനുഷ്യരിൽ നിന്നാണ്. അവരുടെ മാനുഷിക ബുദ്ധിയിൽ നിന്നാണ് അവർ പഠിപ്പിക്കുന്നത്. ദൈവാത്മാവിൽ നിറഞ്ഞ് ദൈവവചനം പഠിപ്പിച്ചുകൊണ്ടിരുന്ന ബൈബിൾ കോളേജിൽ കേരളക്കരയിൽ ഉണ്ടായിരുന്നു. ഇന്ന് ഉണ്ട്, പക്ഷേ വളരെ വിരളമാണ്. ബഹുഭൂരിപക്ഷവും ഈ ജഡത്തിൽ നിന്നുള്ള പഠിപ്പിക്കലാണ്. അതുകൊണ്ടാണ് വിശ്വാസി ഗുണം പിടിക്കാതിരിക്കുന്നത്. അതുകൊണ്ടാണ് വിശ്വാസിക്ക് ആത്മീകമായി യാതൊരു വിശേഷതയില്ലായി. വചനം പഠിപ്പിക്കുന്നില്ല, പഠിപ്പിക്കുന്നില്ല. ശുശ്രൂഷകന്മാർ ബൈബിൾ കോളേജിൽ പോയി കുറെ ചരിത്രങ്ങളും കുറെ അതും ഇതുമൊക്കെ പഠിച്ച്, ഞാൻ ഓർക്കുന്നുണ്ട്, ബോംബെയിൽ ഒരു ദിവസം ഞാൻ സ്റ്റേ ചെയ്യേണ്ട സമയത്ത് എൻ്റെ ഒരു സ്നേഹിതൻ്റെ ചർച്ചിൽ ചെന്നപ്പോൾ ഒരു ബൈബിൾ കോളേജിലെ ഒരു MTH എങ്ങാണ്ട് എടുക്കുന്ന ഒരു സഹോദരൻ, മാസ്റ്റർ ബിരുദം എടുത്തുകൊണ്ട് സഹോദരൻ വന്നു. ഞാൻ ചോദിച്ചപ്പോൾ, സഹോദര എന്തൊക്കെയുണ്ട് വിഷയം? ഞാൻ പഠിക്കാൻ വന്നതാ. എന്താ പഠിക്കുക? റിലിജൻ, ഹൈന്ദവ മാർഗത്തെക്കുറിച്ച്, അവരുടെ ഉപദേശങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഒരു അമ്പലമുണ്ട് തൊട്ടടുത്ത്. ആ അമ്പലത്തിൽ വന്ന് അവിടുത്തെ രീതികളൊക്കെ കണ്ടുപഠിക്കാൻ വന്നവരാണ്. അങ്ങനെയാണോ ഇന്ന് അപ്പോസ്തലന്മാർ പഠിച്ചത്? പ്രവൃത്തി പുസ്തകത്തിൽ ഒരു ക്ഷേത്രത്തിൽ പോയപ്പോൾ പൗലോസ് പറഞ്ഞു, നിങ്ങളെല്ലാവരും അജ്ഞാത ദേവനെ ആരാധിക്കുന്നു എന്നത് കണ്ടു. അജ്ഞാത ദേവൻ എന്നൊരു കല്ല് കണ്ടിട്ട് പൗലോസ് ഹൃദയത്തിൽ ചൂടുപിടിച്ച്, നിങ്ങൾ സേവിക്കുന്നത് അജ്ഞാത ദേവനാണ്, ഞങ്ങൾ സേവിക്കുന്നത് ജീവനുള്ള ദൈവത്തെയാണ്, ഞങ്ങളെ അറിയുന്ന ദൈവത്തെയാണെന്ന് പറഞ്ഞ് പ്രസംഗിച്ച ചരിത്രം വേദപുസ്തകം നമുക്ക് തരുന്നുണ്ട്. പ്രവൃത്തി പുസ്തകം. ഇവിടെ അമ്പലത്തിൽ പോയിട്ട് അവരുടെ പൂജ അതും ഇതും എല്ലാം കണ്ട്, ഇനി അവിടെ പോയി അവരുടെ നെറ്റിയിൽ കുറിയിട്ട് അവരുടെ ഭസ്മവും തിന്നുമെന്ന് തന്നെ അറിയത്തില്ല ഈ സഹോദരൻ. ചിലപ്പോൾ തിന്നുകയും ചെയ്യും, പഠിക്കാൻ പോയതല്ലേ. അപ്പം രീതികളൊക്കെ മാറിപ്പോയി സഹോദരങ്ങളെ, വ്യവസ്ഥകളൊക്കെ മാറിപ്പോയി. ഇവിടെ പൗലോസ് പറയുന്നത്, ഞാനും സഹോദരന്മാരെ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിൻ്റെയോ ജ്ഞാനത്തിൻ്റെയോ വൈഭവം കൂടാതെ എത്രേ ദൈവത്തിൻ്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിപ്പാൻ വന്നത്. 2-ാം വാക്യത്തിൽ അതിൻ്റെ മറുപടിയുണ്ട്. ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയണ്ട. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. എനിക്കറിയാം ഇന്നത്തെ പ്രസംഗം പലതും പലതുമാണ്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന സംഘങ്ങൾ കുറവാണ്. പരസ്യയോഗം, മദ്യം, മയക്കുമരുന്ന് ഇതിനെക്കുറിച്ച് പ്രസംഗിക്കുക. ഒരുത്തൻ യഥാർത്ഥമായും വീണ്ടും ജനനം പ്രാപിച്ചാൽ, കിടാത്ത ബീജമാകുന്ന ദൈവവചനം ഉള്ളിൽ വീണ് വീണ്ടും ജനനം പ്രാപിച്ചു കഴിഞ്ഞാൽ മദ്യം കുടിക്കേണ്ടെന്ന് അവനോട് പറയണ്ട. കാരണം വീണ്ടും ജനനം പ്രാപിച്ചില്ലേ, പുതിയ സൃഷ്ടിയായില്ലേ. പിന്നെ മദ്യം, മയക്കുമരുന്ന്, MDMA ഇതിനെക്കുറിച്ചൊക്കെ പ്രസംഗിച്ച് അതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി സുവിശേഷവും കൂടി തിരികെ കയറ്റുക. അതാ ചെയ്തുകൊണ്ട് എൻ്റെ പല സ്നേഹിതന്മാരും ചെയ്യുന്നതാ. ഇത് ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം തെറ്റാണ്. നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ അംഗീകരിച്ചാൽ മതി, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇവിടെ പൗലോസ് പറയുന്നു, ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി ഞാൻ നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. അപ്പോൾ യേശുക്രിസ്തുവിനെ അറിഞ്ഞു കഴിയുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ യേശുക്രിസ്തുവിനെ അറിയാമെന്ന് പറഞ്ഞാൽ കർത്താവ് പറഞ്ഞ വചനം, കർത്താവിൻ്റെ പ്രബോധനം, കർത്താവിനെ കുറിച്ച്, യേശു ആരാണ്, യേശുവിനെ ആര് ഈ ഭൂമിയിലേക്ക് അയച്ചു, യേശു എന്തിനു വന്നു, യേശുവിൻ്റെ ദൗത്യമെന്ത്, യേശു പറഞ്ഞ വചനങ്ങളെന്ത്, യേശു ആരാണ്, അതുപോലും വേണ്ട രീതിയിൽ ഗ്രഹിക്കാൻ കഴിയാത്ത വിശ്വാസ സമൂഹമല്ലേ നമ്മുടെ ഉള്ളിലുള്ളത്, നമ്മുടെ സഭകളിൽ കിടക്കുന്നത്, നമ്മുടെ സഭകളുടെ ഉള്ളിൽ കിടക്കുന്ന മുഴുവൻ അതല്ലേ. അപ്പോൾ യേശു ക്രിസ്തുവിനെ അറിയുക, ക്രിസ്തുവിൻ്റെ ഉപദേശം അറിയുക, ക്രിസ്തുവിൻ്റെ പ്രമാണം അറിയുക, യേശു ക്രിസ്തുവിനെ കുറിച്ച് പഠിക്കുക. പിതാവ് ഈ ലോകത്തെ രക്ഷിക്കുന്നത് യേശു ക്രിസ്തുവിലൂടെയാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനാണ് രക്ഷ, അല്ലാത്തവന് ശിക്ഷാവിധിയിൽ അകപ്പെടും. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോഴാണ് നീതീകരണം കിട്ടുന്നത്.
നീതീകരണം കിട്ടവൻ നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ച് തേജസ്കരണിലേക്ക് നടത്തപ്പെടണം. റോമാലേഖനം. കഴിഞ്ഞ ദിവസങ്ങൾ അതിനെക്കുറിച്ച് ചെറിയ പഠനം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ സ്തോത്രം, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ക്രിസ്തുവിൻ്റെ പ്രമാണവും ക്രിസ്തുവിൻ്റെ ഉപദേശവും സഭ വിട്ടുകളഞ്ഞാൽ പിന്നെ ഒരു പ്രയോജനവുമില്ല. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മനസ്സിലാക്കണം.